ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബൺ ദോശയാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 250ൻ്റെ 2 കപ്പ് അളവിന് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവ് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഈ പച്ചരി 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത ശേഷം 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് 1/4 കപ്പിന് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉലുവയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കുക. അവിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത ശേഷം ഇനി കുതിർക്കാൻ വേണ്ടി ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കുക. അരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതാ അരിയും അവിലൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക. 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഇത് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ പാകത്തിന് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരി അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിന് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ച വെള്ളം ആദ്യം കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ആ മാവ് മൊത്തം ഞാനിപ്പോൾ അരച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് പുളിക്കാൻ വേണ്ടി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് രാവിലേക്ക് ചുടാനായിട്ട് പുളിച്ച് നന്നായി പൊന്തി വരും. ഇനി നിങ്ങൾക്കിത് രാത്രിയാണ് ചുട്ടെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്തൊക്കെ അരച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാ മാവ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കരണ്ടി ഇട്ടിട്ടൊന്ന് ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും. ഈ ഒരു രീതിയിൽ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മാവ് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയും ക്യാരറ്റുമാണ്. ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെയാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും ഉള്ളിയും നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ആക്കിയെടുത്താൽ മതി. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മാവിൽ നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആപ്പച്ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ മുളക് ചമ്മന്തിയോ ഒക്കെ നിങ്ങൾക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാം. അല്ലാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉഴുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബൺ ദോശ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, തമ്മിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വെറൈറ്റി വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.